വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു പ്രീമിയം ആയിട്ടുള്ള സൽവാറിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കടി ബനാറസി ഫാബ്രിക്കിൽ വരുന്ന സൽവാറാണ് കാണാൻ പോകുന്നത്. നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മളപ്പം കടി ബനാറസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഹാൻഡ്ലൂം വീവിങ് വന്നേക്കുന്ന സാരി കണ്ടായിരുന്നു. നല്ല എൻക്വയറീസ് ആയിരുന്നു. അതിന് തന്നെ പാറ്റേണിൽ വരുന്ന സൽവാറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, വളരെ പ്രീമിയം ആണ്, പ്യുവർ ഫാബ്രിക് ആണ്. അപ്പം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, കെയറോട് വേണം യൂസ് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി വർക്കാണ്. ഒരു ഇതുണ്ട്, അത് ഫുള്ളൊരു കൈൻഡ് ഓഫ് വീവിങ് ആണ്. അതിൽ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കൂടെ അല്ല ചെറിയൊരു വലിയൊരു ലീഫ് പോലത്തെ ഒരു വീവിങ് പാറ്റേൺ നമ്മളിങ്ങനെ കൊടുത്തേക്കുവാണ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത്. കടി ബനാറസി ഫാബ്രിക്കിലാണ്. ആൻഡ് എൻ്റെ ദുപ്പട്ട വന്നിട്ട് സെയിം പാറ്റേണിൽ തന്നെ ഇതുണ്ട്. ബോർഡർ വർക്കാണ് ചെയ്തേക്കുന്നത്. ബോർഡേഴ്സിൽ തിക്കായിട്ട് ആ ഒരു വീവിങ് കൊടുത്തേക്കുന്നു. അതിൻ്റെ ലോഗോ പാർട്ടിലും ബോർഡർ വരുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ടാസിൽസ് കെട്ടാനായിട്ടും അവിടെ ലോഗോ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ടാസിൽസ് കെട്ടാനായിട്ട് നമ്മൾ കെട്ടിയിട്ടില്ല, അതങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും കെട്ടാം. ആൻഡ് ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലാണ്. സോറി, ഇതിൻ്റെ ബോട്ടം സാൻഡൂൺ അല്ല, അതും സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടും. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു കൊബാൾട്ട് ബ്ലൂ പോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു ബ്ലൂ ഷെയ്ഡാണ്. നല്ല ബ്ലൂ ആണ്. എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഹെവി വീവിങ് പാറ്റേൺ ആണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് ദുപ്പട്ടയിൽ വരുമ്പം ദുപ്പട്ടയിലും ഫുള്ള് കൊടുത്താലെല്ലാം ഒരുപോലെ ആവുന്നതുകൊണ്ടാണ് ദുപ്പട്ടയിൽ സെൻറ്റർ ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ട് ബോർഡറിൽ ആ ഹെവി ബോർഡർ ചെയ്തേക്കുന്നത്. അങ്ങനെ 4 ബോർഡേഴ്സും അതേപോലെയാണ്. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഇതിന്. ഈ ഫാബ്രിക്കിന് വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഹെവി ആയിട്ട് ആ ഒരു കടി ബനാറസി വീവിങ് പാറ്റേൺ, ഒരു ലീഫ് സ്റ്റൈലിലുള്ള വീവിങ് ആണ് ചെയ്തേക്കുന്നത്. പ്യുവർ ഫാബ്രിക് ആണ്. ഡ്രൈ ക്ലീൻ ചെയ്ത് ഒക്കെ യൂസ് ചെയ്യേണ്ട ഫാബ്രിക് ആണ്. റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ഫാബ്രിക് അല്ല. ആൻഡ് ബോട്ടം വന്നിട്ടും സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയിൽ ബോർഡർ വർക്ക് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. നല്ലൊരു ഗ്രീനിൻ്റെ ഷെയ്ഡാണിത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു കൈൻഡ് ഓഫ് പിങ്കാണ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വാടാമുല്ലയുടെ പിങ്ക് ബ്ലെൻഡഡ് ആണ്. അത്രയും ഡാർക്ക് അല്ല, നല്ല ചൂട് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാം പൊളി കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റുമാണ് ഈ ഒരു സൽവാർ മെറ്റീരിയൽ വന്നിട്ട്. ഇതേപോലെ നിൽക്കും. ഭയങ്കര റിച്ച് ലുക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. കടി ബനാറസി വീവിങ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സിൽക്ക് ബോട്ടം ആണ്. ഇതാണ് ഓവറോൾ ലുക്ക്. ഒരു സിൽവർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൽ വന്നിട്ട് ഒരു ഇതുണ്ടോ, ഒരു ഗ്രേ പോലെ നിൽക്കുന്ന ഷെയ്ഡാണ് ആ വീവിങ്ങിൽ എല്ലാത്തിലും കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആ ഗ്രേയും സിൽവറും കൂടെ ബ്ലെൻഡ് വരുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് ചെറിയൊരു ലാവെൻഡറിൻ്റെ ബ്ലെൻഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. നല്ലത് സിൽവർ ഷെയ്ഡാണ്. ഒരു റെയർ ആയിട്ട് കാണുന്ന നല്ല ഒരു ഷെയ്ഡാണ്. ഇതെല്ലാം ഷെയ്ഡ്സ് എല്ലാം റെയർ ഷെയ്ഡ്സ് ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്യുവർ ഫാബ്രിക്കാണ്. ദുപ്പട്ടയാണ്, നിങ്ങൾക്ക് നോക്കി മനസ്സിലുണ്ടോ, വളരെ ലൈറ്റ് വെയ്റ്റും സോഫ്റ്റും ആണ്. ഇങ്ങനെ സ്റ്റിഫൊന്നും അല്ല, എങ്ങനെ ഇട്ടാലും അതേപോലെ ഒതുങ്ങിക്കിടക്കും. അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കിലാണ് ഈ ഒരു തിക്ക് വീവിങ് വന്നിരിക്കുന്നത്. പ്യുവർ ഫാബ്രിക്കുമാണ്. ആൻഡ് ബോട്ടം സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ബോട്ടവും വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ്. റേറ്റ് 2980, 2980 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.